ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ കോണി ഉണ്ടല്ലോ, അവിടുത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. കുറേ നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതും പെട്ടെന്ന് എടുക്കാത്തതും പിന്നെ അമ്പൂൻ്റെ കുറേ കളിപ്പാട്ടമൊക്കെ കൊടുത്തിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്ലീനിങ് മോട്ടിവേഷൻ്റെ വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഓരോരോ സാധനങ്ങളായിട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ക്ലീനിങ് മോട്ടിവേഷൻ്റെ വീഡിയോ ഇടുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരാൾ ക്ലീൻ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കും മനസ്സിൽ തോന്നും, നമുക്കും നമ്മുടെ വീടിൻ്റെ എവിടെയെങ്കിലൊക്കെ അങ്ങനെ ക്ലീൻ അല്ലാത്ത എടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും പോയി നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം, അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നും. പിന്നെ ക്ലീനിങ് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് പ്രൊസീജിയറായ കാരണം എല്ലാവർക്കും മടിയാണ് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വീടൊപ്പോൾ നീറ്റായിട്ട് വെക്കണം വെച്ചെങ്കിൽ ക്ലീനിങ് അത്യാവശ്യമാണ്. നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഭാഗം കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും പഴയപടി ആവുമെന്ന് വെച്ചിട്ട് പലരും ക്ലീനിങ് എന്ന് വെച്ചാൽ ഭയങ്കര മടിയായിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ വീട് എപ്പോഴും നീറ്റാക്കി വെക്കുന്നത് നമ്മളാണ്. അപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളായിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അമ്പൂൻ്റെ കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതിലെന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് അത് അവിടെ ചെരിഞ്ഞ് എന്നിട്ട് ഓരോന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഭാഗത്ത് കോണിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നിടത്ത് നാശമായ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുന്നങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഉപയോഗിക്കാത്തത് എൻ്റെ ട്രൈപോഡ്, അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ നാശമായതാണ് അതൊക്കെ. പക്ഷെ അമ്പൂൻ്റെ കളിപ്പാട്ടം എടുത്തിട്ട് ആക്രിക്കാർക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാനതൊരു ബക്കറ്റിലാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ വീടൊക്കെ നല്ല നീറ്റാക്കി ക്ലീനാക്കി ഇടുന്ന സമയത്ത് ആരും നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ വിരുന്നുകാരായിട്ടൊന്നും വരില്ല, ഗസ്റ്റുകളൊന്നും വരില്ല. നേരെ മറിച്ച് നമ്മൾ നീറ്റല്ലാതെ ഇരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നിട്ട് അപ്പം നമുക്ക് തന്നെ നമ്മളാകെ ചമ്മിയ പോലൊക്കെ നമുക്ക് തോന്നില്ലേ, ഇവിടെ വൃത്തിയായി കിടക്കാത്തത് കൊണ്ട് ഒരു മോശം നമുക്ക് ഉള്ളിൽ തോന്നില്ലേ. എനിക്കൊക്കെ ഒരുപാട് വട്ടം അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാവും നടക്കുക. അത് ഒരുവിധം എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. നീറ്റാക്കി വൃത്തിയിലിട്ട ദിവസമൊന്നും ആരും ഉണ്ടാവില്ല. എന്ന് മറിച്ച് അവിടെ നീറ്റല്ലാണ്ട് കിടക്കുന്ന ദിവസം ആരെയിലൊക്കെ വരും. പിന്നെ ആരെയിലൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ജോലിക്ക് പ്രത്യേക ഒരു സ്പീഡ് കൂടും ചെയ്യും. നമ്മൾ 2 മണിക്കൂർ എടുത്തിട്ട് ചെയ്യണ ക്ലീനിങ് കാണിച്ചെങ്കിൽ അത് 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ തീർക്കൂലേ. അതാണ് ക്ലീനിങ് മോട്ടിവേഷൻ്റെ പ്രത്യേകത കേട്ടോ. ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ നമുക്കും അതുപോലെ ചെയ്യാൻ തോന്നും. നമ്മളിപ്പോൾ ഈ വീഡിയോ ഇട്ടാൽ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ വീട് ക്ലീനിങ്ങും നല്ല ഇതായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വീടാകുമ്പോൾ ഓരോ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടിരിക്കും. എന്നാലും നമ്മൾ വേഗം അതൊക്കെ നീറ്റാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. വെൽ അറേഞ്ച്ഡായിട്ട് ഒരു മ്യൂസിയം പോലൊന്നും നമ്മുടെ വീട് കൊണ്ടുപോകാനും പറ്റില്ല, നമുക്കതിനേയും പറ്റില്ല. കാരണം ഒരു വീടെന്ന് വെച്ചാൽ ഒരാൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. ആ വീട്ടിലുള്ള എല്ലാവരും വീട് നീറ്റാക്കി വെക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രമാണ് വീട് വൃത്തിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അതെൻ്റെ ഒരു അഭിപ്രായമാണ്. അല്ലാതെ ഒരാൾ മാത്രം കിടന്നിട്ട് ഇതൊക്കെ നീറ്റാക്കി വൃത്തിയാക്കിയിടുക പിന്നെ അവിടെ വീണ്ടും അതേപോലെ തന്നെ ആക്കിയിടുക, അത് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മളെ വീട് നീറ്റാക്കി വെക്കണമെങ്കിൽ വീട്ടിലുള്ള ഓരോ വ്യക്തിയും അതുപോലെ തന്നെ ചെയ്താലാണ് കേട്ടോ വീട് വൃത്തിയിലിരിക്കുള്ളൂ. അല്ലാതെ ഒരാളുടെ ഉത്തരവാദിത്തം മാത്രമായിട്ട് ഞാൻ ഒരിക്കലും വീട് നീറ്റാക്കിയിടേണ്ട കാര്യത്തിന് പറയില്ല കേട്ടോ. കഴിവതും നമ്മൾ ഓരോ സാധനങ്ങൾ വേണ്ടാത്ത സാധനങ്ങൾ മാറ്റി കൊടുക്കുക. പിന്നെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് ഒന്നുകൂടി വെക്കുക, അത് വളരെ മോശമായിട്ടുള്ള സ്വഭാവം. എന്ന് വെച്ചാൽ ഇനിയും കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം വരും എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കുറേ കച്ചറകൾ ഇങ്ങനെ കൂട്ടി വീട്ടിലെടുത്ത് വെക്കുക. നമ്മളെ വീട്ടിൽ ഒരുവിധം കച്ചറകളൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ വീട് വൃത്തിയായിട്ടിരിക്കും കേട്ടോ. പിന്നെ ആ കച്ചറകൾ കുറേ കാലം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ എടുത്ത് വെക്കാൻ പാടില്ല. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാവും. അപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ്ങിനൊക്കെ മടിയുള്ളവർ ഈ വീഡിയോ കണ്ടാൽ അതൊരു യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ അത് എല്ലാ സാധനങ്ങളും മാറ്റി ഞാനൊന്ന് കോണിയൊക്കെ അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ക്ലീനിങ്ങിന് നിൽക്കുമ്പോൾ നമ്മൾ വീടൊക്കെ എന്തായാലും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുക. എല്ലാതും കൂടിയിട്ട് ഒരു ദിവസം എടുത്ത് ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര അത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ട് തോന്നില്ല.
ഞാൻ കഴിഞ്ഞൊരു വീഡിയോ റൂം ക്ലീനിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് പേര് നല്ല കമൻറ്റൊക്കെ ഇട്ടു. അപ്പോൾ അന്ന് വിചാരിച്ചു ബാക്കി നമ്മുടെ ഈ കോണിയുടെ ഭാഗം വൃത്തിയാക്കുന്നതും വീഡിയോ ഇട്ടിടാം. കാരണം ക്ലീനിങ് എൻ്റെ വീഡിയോ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാടല്ല കുറച്ച് പേരുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ അവർക്ക് എൻ്റെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവണമെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുമിച്ച് ഒരിക്കലും വീട് ക്ലീൻ ചെയ്യാൻ നിൽക്കരുത്. ഓരോ പാർട്ടായിട്ട് വീട് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കും അധികം റിസ്ക്കായിട്ട് തോന്നില്ല, ജോലിഭാരമായിട്ട് തോന്നില്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടു, അപ്പോൾ ഇന്ന് കോണിയുടെ വീഡിയോ ഇട്ടു. അപ്പോൾ അതുപോലെ ഓരോ പാർട്ടായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ്ങിന് നിൽക്കുക. അല്ലാതെ കുക്കിങ്ങും പരിപാടികളൊന്നും കഴിയാണ്ട് നേരിട്ട് ക്ലീനിങ്ങിന് നിൽക്കുക, അത് ഒരിക്കലും നടക്കണ കേസല്ല കേട്ടോ. അപ്പോൾ അത് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇതുപോലെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് എത്ര കാലം ഇങ്ങനെ കിടക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊരുവിധമൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ വീടിൻ്റെ ഒരുവിധം സാധനങ്ങൾ കൊടുന്ന് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കോണി. കാരണം ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്ത് കിട്ടിയാലും അത് ആ കോണിയുമ്പോൾ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ. എല്ലാ വീട്ടിലും അങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടാവും. നമ്മുടെ എല്ലാ സാധനങ്ങളും എന്താ കിട്ടണത് അതൊക്കെ കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഡംപ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ഒരുവിധം വീട്ടിൽ അങ്ങനെ ഒരു സ്ഥലമൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുകയാണ്. യൂസ്ഫുൾ ആയാൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.